ഇനിയിപ്പോ നമ്മള് ഒരുമിക്കുന്നതിനൊരു ദിവസം ഒരു കാരണം ഉണ്ടാവില്ല. നിങ്ങൾ മൂന്നുപേരും ഒരുമിക്കുന്നതിന്റെ കാര്യം എന്താ? എങ്ങനെയാ അതിന്റെ സന്ദർഭം ഉണ്ടായത്? ഓർമ്മയുണ്ടോ അതിപ്പോ? പിന്നെ ഓർമ്മയുണ്ട്. കാരണം ഞാനും സുജിത്ത് ഞങ്ങൾ മ്യൂസിക് ഫീൽഡിലായിരുന്നു. സുജിത്ത് പാട്ട് പാടും, നല്ലപോലെ പാട്ട് പാടും, സംഗീതം പഠിച്ചതാ. അപ്പൊ ഞാൻ ഇൻസ്ട്രുമെന്റ് ഒക്കെ കുറച്ച് വായിക്കും, പഠിച്ചതല്ല. ഏതൊക്കെ വായിക്കും? ഞാൻ തകില്, മൃദംഗം, തബല, അർദ്ധംപാട്, ഒരുമാതിരിപ്പെട്ടതെല്ലാം വായിക്കും. പുള്ളി പഠിച്ചതല്ല, സ്വയം ചെയ്ത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഇതിന്റെ അടിസ്ഥാനം എനിക്കറിയത്തില്ല. ഞാൻ പ്രോഗ്രാമിന് പോയായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ചാ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ സൂചനയുള്ള ഒരാളായിരുന്നു, നമുക്ക് ഇന്ന ഒരു സംഭവം നമുക്കൊന്നും ചെയ്തു നോക്കാം. അപ്പൊ ഞങ്ങൾ അന്നേ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. അത് സൂചനയോട് സൂചിച്ച് പറഞ്ഞു എന്നാൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടെ ഓഡീഷന് പോയി. ഓഡീഷൻ എന്തപ്പോഴാ ഐറ്റം പേരുടെ ഓഡീഷന് പോയായിരുന്നു, പ്രവേശിച്ചത് തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 3 പേര് വേണം. ഞങ്ങൾ ഓക്കെയാണ്, ഒരാളോടെ വേണം. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നിട്ട് ആരെ നമുക്ക് ഈ ഫീൽഡിൽ ആരും പരിചയമില്ല. ഞങ്ങൾ രാജേഷ് 15 വർഷമായെങ്കിലും ഞങ്ങൾ ഇറങ്ങിയിട്ട് 1 വർഷമൊക്കെ ആകുന്നേ ഉള്ളൂ. നമുക്ക് ആരും അറിയത്തില്ല ഈ ഫീൽഡിൽ ഒരാളെ ഒന്ന് മുട്ടാനോ കുഴക്കാനോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാജേഷ് ഇങ്ങോട്ട് വിളിച്ചു. അപ്പം നമ്മുടെ ഭാഗ്യം, അവൻ്റെ ഭാഗ്യം ഒരുമിച്ച് ഞങ്ങൾ പിന്നെ ഓഡിഷൻ വന്നു. അന്ന് മുതൽ ഞങ്ങൾ അതേപോലെ തന്നെ പോകുന്നു. ഓഡിഷന് വന്നിട്ടുള്ള കഥ ഞങ്ങൾ സെലക്ട് ആകാതെ ഞങ്ങൾ തിരിച്ചു പോയി, ഹബ്ബിൽ പോയിരുന്നു. പിന്നെ അവരെ തിരിച്ച് പിന്നെയും വിളിച്ച് ആ സ്കിറ്റ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ അത് രണ്ടാമത്തെ ഫസ്റ്റ് സ്കിറ്റ് ഞങ്ങൾ കളിച്ചു. അമ്മൂമ്മ സ്കിറ്റ് ആയിരുന്നു ഫസ്റ്റിൽ. അതായിരുന്നു. അപ്പൊ അത് വലിയ അല്ല, ആദ്യം ഓഡിഷന് പോയപ്പോ വേറെ സ്കിറ്റോട്ടാ ചെന്നത്. അപ്പൊ അത് പറ്റത്തില്ല, സെലക്ടഡ് അല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ അവർ ഒന്നുകൂടെ തിരിച്ചു വിളിച്ചു. നമ്മളെ തിരിച്ചു വിളിച്ചിട്ടാണ് പിന്നെ നമ്മളെ ഈ അമ്മൂമ്മ പറയുന്നത്. രാജേഷ് പാണാളി ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അമ്മൂമ്മ സ്കിറ്റ് ചെയ്തിട്ട് അതും വലിയ രീതിയിൽ കയറിയില്ല. രണ്ടാമത്തെ സ്കിറ്റ് വരുന്നത് പോലീസ് സ്റ്റേഷന്റെ സ്കിറ്റ് ആയിരുന്നു. അതും വലുതായിട്ട് കയറിയില്ല. കയറാത്ത കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ നർമ്മ അന്നൊന്നും ഞങ്ങൾ എടുത്തു തുടങ്ങിയില്ല. ശുദ്ധഹാസ്യമാണല്ലോ. അതെ, പിന്നെ നമ്മൾ നാട്ടുമ്പുറം ഭാഷയൊക്കെ വെച്ചുകൊണ്ട് രണ്ടാമത് ഇതായില്ല. അപ്പം മൂന്നാമത് പിന്നെ അവർ നമ്മളടുത്ത് പറഞ്ഞു ഇത് ഇങ്ങനെ പോയാൽ ഇനി പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നമുക്ക് വിഷമമായി. പിന്നെ മൂന്നാമത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കൊണ്ടുപോയി. അത് മറ്റേ ഒരു പെയിന്റ് സ്കിറ്റ് ആയിരുന്നു. അത് ജനങ്ങള് എടുത്തു തുടങ്ങി. അത് നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. അവിടെ മൂലം ഞങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട വന്നിട്ടില്ല. അപ്പൊ തന്നെ ജനങ്ങൾ എടുത്തു തുടങ്ങി. ഇവർ കൊണ്ടുവരുന്നത് എന്താണെന്നുള്ള മനസ്സിലായി. അവനോട് ഇരുന്ന് കാണാൻ പറ്റും. ചാനലിൽ എല്ലാവർക്കും സാറും അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടുത്തെ ക്യാമറാമാൻമാര്, ചേട്ടന്മാര് മൊത്തം നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. എല്ലാം നമ്മളോട് ഒരു പ്രത്യേക ഒരു പരിഗണനയുണ്ട്. പത്തനംതിട്ട പുതിയൊരു സ്ലാങ് ഒക്കെ ഒരു അങ്ങനെ ഒരു സംഭവം. അതും മേഘമാനെ അത് ആ ഗ്രൂപ്പ് എല്ലാം മൊത്തം ഗ്രൂമേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ശശാങ്കൻ, പിന്നെ രാജേഷ് ഇപ്പം പിന്നെ രാജേഷ് പാലോട്, ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഫുൾ സ്വാതന്ത്ര്യം തന്നായിരുന്നു അവര്. നമ്മൾ കൊണ്ടുവരുന്ന സ്കിറ്റിനകത്ത് വേറെ ഒന്നും കൈകടത്താതെ നമ്മളെ തന്നെ രീതിയിൽ ചെയ്തോന്നും പറഞ്ഞുകൊണ്ട് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു സപ്പോർട്ട് വരും. നിങ്ങളുടെ രീതിയിൽ മെച്ചപ്പെടുത്തും, അടിപൊളിയാക്കി കളിച്ച് കാണിക്കും. അങ്ങനെ സ്കിറ്റ് എഴുതുന്നെങ്കിലും എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് പോരായ്മകളൊക്കെ അവരോട് സംസാരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യും. അർജുൻ സാറിന്റെ ഒരു പങ്ക് വലുതായിട്ടുണ്ട്. ഓർമ്മയില്ല, അടിച്ചിരുത്തി പിടിപ്പിക്കും. സാറ് ഞങ്ങൾ ഫസ്റ്റ് ദിവസം അമ്മൂമ്മ സ്കിറ്റിലല്ലേ, അമ്മൂമ്മ സ്കിറ്റിലൊക്കെ തെറ്റിയപ്പോഴത്തേന് സാറിന് എനിക്ക് അറിയാൻ തോന്നുന്നു നമ്മുടെ ഈ സൈറ്റ് കൊണ്ട് ഇവരെ കൊണ്ട് പറ്റുമെന്നുള്ള അറിയാവുന്നതായിരിക്കാം. സാറ് ഞങ്ങളെ ഇരുത്തി കഥമൊക്കെ അടച്ചിട്ട് ഇവിടുന്ന് പഠിച്ചിട്ട് നിന്നൊക്കെ ഇവിടുന്ന് വിടത്തുള്ളടാന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തി ഞങ്ങളങ്ങ് പേടിച്ച് വിറച്ചൊക്കെ ആ സമയത്ത് ഇരിക്കുന്നു. ഈ പേടിയെ ഫ്ലോറിൽ കയറുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു. 3-4 സ്കിറ്റിലുണ്ടായിരുന്നു. അത് വേറൊരു കാര്യമുണ്ട്. അന്ന് 2-3 സ്കിറ്റ് ഇപ്പൊ 5 ദിവസമായിരുന്നല്ലോ ഗ്രൂമിങ്. അങ്ങനെ ഒരു 3-4 ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് സ്കിറ്റ് ഒന്നും ശരിയായില്ല. കുറെ കണ്ടന്റ് എടുത്തു, അതെല്ലാം പൊളിഞ്ഞു പോവാ. ലാസ്റ്റ് ഇപ്പം 2 ദിവസം മുൻപ് ഷൂട്ടിങ്ങിന് 2 ദിവസം മുൻപായിട്ട് ഈ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ അമ്മൂമ്മയുടെ റോളൊക്കെ ചെയ്യും, നമുക്ക് ആ വഴിക്ക് നോക്കാം, നീ സംഭവം എഴുതിയാൽ മതി, നമുക്ക് എല്ലാവർക്കും കൂടി അതൊന്ന് എഴുതാമെന്ന് പറഞ്ഞു. രാജേഷ് പറഞ്ഞു. രാജേഷ് ആ ഒരു സംഭവം വെച്ച് പിന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ എല്ലാം കുറെ കൗണ്ടർ അവിടുന്ന് ഇവിടുന്ന് രാജേഷും തപ്പിയെടുത്ത് അയച്ചാൽ അങ്ങനെ ഇങ്ങനെ തപ്പിയെടുത്ത് അങ്ങനെ ഒരു പകുതി ഒരു 3 മിനിറ്റ് കളിക്കാനുള്ള ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ച നമ്മള് ഗ്രൂമേഴ്സിന്റെ മുമ്പിൽ കാണിച്ച. അപ്പം സാറും ഇരിപ്പുണ്ട്. സാറിന്റെ അടുത്ത് കൊണ്ട് കാണിച്ചെന്നെ എനിക്ക് ആദ്യമേ ഇതായതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര വിറയല.
വേറെ തുള്ളല ഇറക്കി വന്ന ഇറക്കി വന്നിട്ട് പരിചയമുണ്ടെന്ന് പറയും. അതുപോലെ ഹരിച്ചേട്ടനും എന്നെ പറച്ചില്ല കേട്ടോ, ഈ പറഞ്ഞ തുള്ളുക. രാജേഷ് അത്രയും കുഴപ്പമില്ല. രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്ത് തുള്ളി ഇട്ടോ? ആ തുള്ളി ഒരുപാട് തുള്ളി ആ തുള്ളല് അങ്ങ് വെച്ചൊഴിഞ്ഞതാണ്. അതുകൊണ്ട് പിന്നെ അവന് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കളിച്ച് അത് കാണിച്ചൊരു 3 മിനിറ്റുള്ള സാധനം കളിച്ച് സാറ് പറഞ്ഞു എന്തോ തോന്നി. സാറ് പറഞ്ഞു ബാക്കി സെറ്റ് ആക്കിയിട്ട് മറ്റന്നാ ഷൂട്ടിന് ഇറങ്ങാൻ പറഞ്ഞു. 2 ദിവസത്തെ ഷൂട്ടാ. 3ാമത്തെ ദിവസം ലാസ്റ്റ് ഷൂട്ട് ഞങ്ങൾക്ക് തന്നേക്കാം. അന്ന് 8 മണി എന്തോ ആയി രാത്രി. ലാസ്റ്റ് ഷൂട്ടാണ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. എന്റെ ദൈവം ഭഗവാന്റെ പ്രഭാകടാശം കൊണ്ട് തെറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വന്നില്ല. അങ്ങ് ആ സ്കിറ്റ് നന്നായിട്ട് അങ്ങ് കളിച്ച് കഴിഞ്ഞാൽ കമന്റ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. നമ്മളങ്ങനെ ചെയ്തു ഭയങ്കര സന്തോഷമായിപ്പോയി. അത് ആ സ്കിറ്റാണ് പൊടിയും വെച്ചാണ്. ഈ പെയിന്റ് പണിയായിരുന്നു പറഞ്ഞല്ലോ പണ്ട്. അത് പിന്നെ പെയിന്റ് സ്കിറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പിന്നെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ. പോളിഷ് പണി ചെയ്യുന്ന ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തേ. കാരണം എനിക്ക് സുജിത്തിന് പോളിഷിന്റെ പണി അറിയാം. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഡയലോഗ് അടിക്കാൻ പറ്റും, വീട്ടുകാരുമായിട്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്കറിയാം. അത് വെച്ചോണ്ടാണ് ഞങ്ങൾ ആ പെയിന്റിങ്ങിന്റെ സ്കിറ്റ് ചെയ്ത്. ജീവിതത്തിൽ പെയിന്റ് ഉണ്ടായിട്ടുള്ള സന്ദർഭം സ്കിറ്റിൽ വന്നത് അങ്ങനെ ഉണ്ട്. നമുക്ക് ഭക്ഷണം കൊണ്ട് വരുന്നത്, ഭക്ഷണം വരുന്ന ഒരു സംഭവം ചെയ്തു. സാധനത്തിന് ലിസ്റ്റ് കൊടുക്കുന്നത്, അപ്പൊ നമ്മള് സ്മോളിന്റെ പേരൊക്കെ പറഞ്ഞു, അങ്ങനൊക്കെ സംഭവങ്ങളായിട്ട് ഞങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്കിറ്റ് ചെയ്യുന്ന സമയത്തെ ഈ ഇതിനകത്ത് നമ്മള് ഓവറായിട്ടൊന്നും ചെയ്യണ്ടെന്നുള്ളത് ആദ്യം മുതലുള്ള തീരുമാനം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഈ സ്റ്റേജിൽ ഹിറ്റ് ആവുന്ന പരിപാടികൾക്ക് കുറച്ച് ഓവർ ആയിട്ടുള്ള കാര്യങ്ങളും കൺസെപ്റ്റുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ 1 മുതൽ 2 നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പെട്ടെന്നുള്ള കൗണ്ടറുകളൊക്കെ വരുന്നത്. പക്ഷെ സാധാരണ കുട്ടികൾ പോലും ചിരിക്കുന്ന തമാശ പറഞ്ഞാൽ വർക്ക് ആവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും അമ്മൂമ്മ സ്കിറ്റ് തൊട്ടാണോ? അമ്മൂമ്മ സ്കിറ്റ് തൊട്ടാണ്. അങ്ങനെ അത് ഞങ്ങളെ ഒരു ഞാൻ പറയാം, ഞങ്ങൾ അന്ന് മുതൽ നമുക്ക് ഞങ്ങളുടെ ഒരു ശൈലിയുണ്ട്. നിങ്ങളുടെ നാടിന്റെ ഒരു ശൈലിയുണ്ട്. നമ്മള് വേറെ ശൈലിയൊന്നും എക്സ്ട്രാ ചെയ്തതല്ല, നമ്മുടെ ശൈലി അല്ല. നമ്മൾ അങ്ങനെ തന്നെ സംസാരിച്ചു. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ ഡബിൾ മീനിങ് കംപ്ലീറ്റ് ഒഴിവാക്കുക, ഇതേ ഉള്ളായിരുന്നു നമ്മുടെ തീരുമാനം. അപ്പൊ അത് ഒഴിവാക്കിയപ്പോ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വീട്ടിൽ ഒന്നിച്ചിട്ട് കാണാമല്ലോ, കാണാം. അങ്ങനെയാണ് നമ്മളെ ഇഷ്ടപ്പെട്ടത്. ഈ ഉദ്ഘാടനങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നില്ലേ? വിളിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, പണ്ട് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോ ഗസ്റ്റ് ആയി വന്ന ആളുകളുടെ സ്ഥാനത്താണല്ലോ നിങ്ങളിപ്പോ പോകുന്നത്. അതൊരു വല്ലാത്ത അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യോ, ഭയങ്കര സന്തോഷമല്ലേ. ഞാനാണെ ഞാൻ 3 സ്കൂളിൽ പഠിച്ചു. ആ 3 സ്കൂളിൽ എന്നെ വിളിച്ചു. അനുമോദം തരിക, അവിടുത്തെ കലാപരിപാടി ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ ഞാൻ പോയി. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളവിടെ പഠിച്ച സ്കൂളല്ലേ, പഠിച്ച സാർമാരും ഒക്കെ എപ്പോഴും ഉണ്ട് അവിടെ, ചിലരൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഓർക്കാപ്പുറത്തുള്ള ഒരു സംഭവങ്ങളായപ്പോൾ നമുക്ക് കയറി പറയാൻ തന്നെ നമുക്കൊരു പേടിയും വിറയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് വേദിയൊക്കെ ഭയങ്കര പറഞ്ഞു ചോദിച്ചുമ്പോ പറഞ്ഞ വന്യത്തുള്ളല്ലേ, പാടായിരുന്നു. പിന്നെ പിടിച്ചത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വീഴത്തില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ട്, ഇൻഡോർ സ്റ്റേഡിയം, പൂങ്കാവ് മാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിലെ പ്രോഗ്രാം ഫസ്റ്റ് കഴിഞ്ഞ വർഷം ഞാൻ ഫെസ്റ്റിവൽ അവിടെ 10 ദിവസം. കഴിഞ്ഞ വർഷം അവിടെ പരിപാടി നടന്ന സമയത്ത് ഞാൻ അവിടെ കാണാൻ ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ജോബിച്ചുണ്ട് പാല, അവിടെയൊക്കെ പ്രോഗ്രാം അവിടെ കണ്ടുകൊണ്ടിരുന്ന പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി ഒരു പാട്ടെങ്കിലും പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആരും വിളിക്കത്തില്ലല്ലേ, ചെന്ന് അവസരം ചോദിച്ച് പാടാനൊക്കെ ഒരു ചമ്മല്, ഒരു നാണം അതൊക്കെയാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാം, ആ വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ഈ ഐറ്റം വേറെ പരിപാടിക്ക് ഇങ്ങോട്ട് വരിക. ഈ വർഷം അവിടെ നേരിട്ട് വിളിച്ച് ഞങ്ങൾ പോയി പ്രോഗ്രാം അവതരിപ്പിച്ച ഭയങ്കര ഭാഗ്യമായിരുന്നു. പക്ഷെ എനിക്ക് നമ്മളെ വിളിച്ച് സംസാരിച്ചപ്പം എനിക്കെല്ലാം സംസാരിക്കാൻ പറ്റാതായി പോയി. ഇതും കഴിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. കാരണം ആ വന്ന അവസ്ഥയും അതൊക്കെ നോക്കുമ്പോൾ വിഷമായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയില്ല, പിന്നെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ, ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ല, ഞാൻ പത്തനാപുരം പുന്നലയിലെ സ്കൂളില് ഞാൻ അവിടെ പോയി ആ ഹാളിൽ പെയിന്റ് അടിച്ച വ്യക്തിയാണ്. ഞാനത് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിൽഡിംഗ് പണിയ സമയത്ത് ഞാൻ ഇവിടെ വൈറ്റ് വാഷ് വന്നടിച്ചിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷയില്ല ഈ വേദിയിൽ ഞാൻ ഗസ്റ്റായിട്ട് വരുമെന്നുള്ളത്. അവിടെ ഭയങ്കര കയ്യടിയും അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ, അവർ നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ഫസ്റ്റ് വൈറ്റ് വാഷ് അടിക്കാനൊക്കെ ഞാൻ അവിടെ പോയിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. വലിയ ഇൻസ്പിറേഷൻ ആണ് സത്യമായിട്ടും. നിങ്ങളുടെ ജീവിതം